ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവിടെ എന്റെ പേര് പറഞ്ഞ് നാണം കെടുത്താനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ദയാദാക്ഷിണ്യവും ഈ സിത്താര വരുത്തില്ല. സിത്താര ശ്രീനിവാസ് എന്ന് ഞാൻ ചേർത്ത് പറയുമ്പോഴേ അയാളുടെ പേരിൽ ഞാൻ അഭിമാനം കൊള്ളുകയല്ല. എന്റെ പേരിനൊപ്പം ശ്രീനിവാസിന്റെ പേര് കിടന്നാല് അഭിമാനം തോന്നേണ്ടത് അയാൾക്കാ. ഇനി വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല. മോളെ, സത്യം പറഞ്ഞ സിത്താര മാഡത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങേണ്ടിയിരുന്നു എന്നാ കരുതിയേ. പക്ഷേ ഇവിടത്തെ ചെലവ് കൂടിക്കൂടി വന്നപ്പോ കൈ നീട്ടിയത് മുഴുവനും അവരുടെ അടുത്താ. ഇപ്പൊ കടം ഒരുപാട് കൂടി. അല്ലായിരുന്നെങ്കിൽ ഗോപാലമാമ, എന്നെ രക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ രണ്ടുപേരും വെറുതെ വിഷമിക്കണ്ട. വിധി എന്താണോ അതെന്നെ നടക്കട്ടെ. അമ്മയോട് നിങ്ങളെ കാണിക്കുന്ന ഈ സ്നേഹം ഉണ്ടല്ലോ, അത് എപ്പോഴും ഉണ്ടാവണം. എന്റെ അമ്മ തനിച്ചായി പോവരുത്. എന്തൊക്കെയാ നീ പറയുന്നേ? ശാപത്തിന്റെ കാര്യം സുനന്ദേച്ചി കേട്ടു എന്നല്ലേ പറഞ്ഞ. അപ്പൊ പിന്നെ പറയാനുള്ളതെല്ലാം ബാക്കി വെച്ചിട്ട് എന്തിനാ? എന്തൊക്കെയാ സുനന്ദ ഈ കാണുന്നത്? അതിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും നമുക്കിപ്പോ പറ്റുന്നില്ലല്ലോ. അമ്മേ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്നോടൊപ്പം ഒരുപാട് കാലം എന്നോടൊപ്പം ജീവിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം എന്ന് എനിക്കറിയാം. അമ്മയുടെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. പക്ഷെ എപ്പോ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാന്നുള്ളൊരവസ്ഥ. അമ്മ എന്നോട് പൊറുക്കണം. അമ്മ, എന്താ സിനി? നമ്മുടെ മാനേജർ ജയകൃഷ്ണനെ ഇപ്പൊ വിളിച്ച്. എന്താ അയാൾ ഈ നേരത്ത്? അയാൾക്ക് ഇന്നൊരു കോൾ ഉണ്ടായിരുന്നു. ജെഡി ഗ്രൂപ്പ് എംഡി ഐസക് ആന്റണിയുടെ. ഐസക് ആന്റണിയുടെ കോളോ? എന്റെ മാനേജർക്കോ? അത് കൊള്ളാലോ. സിത്താര ശ്രീനിവാസിന്റെ സാമ്രാജ്യം ചുട്ടുകരിച്ചിട്ടേ ഇനി നമ്മൾ തമ്മിൽ കാണൂന്ന് പറഞ്ഞ് പിരിഞ്ഞതാ. ഓർമ്മയില്ല സിനിക്ക്? ഓർമ്മയുണ്ട്. ആ, അന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ചെയ്യാവുന്ന ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഐസക് ആന്റണി. അതിനുള്ള തിരിച്ചടി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തിനായിരുന്നു അയാളുടെ വിളി? അത് മാം, കാര്യം എന്താ വെച്ചാ പറയേ. ഐസക് ആന്റണിയുടെ വാചകങ്ങൾ കേൾക്കുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് പേടിയുണ്ടാവും, എനിക്കാ പേടിയില്ല. മാം, അയാള് വിളിച്ചത് ഗാഥാ മാഡത്തിന്റെ വിവാഹത്തെ പറ്റി അറിയാനും. എന്റെ നാശം കാണാൻ കൊതിക്കുന്ന ഒരുത്തൻ ഗാഥ മോളുടെ വിവാഹത്തെ കുറിച്ച് എൻക്വയറി നടത്തിയെന്നോ? അത് വിചിത്രമാണല്ലോ. അയാള് ചോദിച്ചത് ഗാഥാ മാഡത്തിന്റെ അച്ഛനെ കുറിച്ച്. വിശേഷങ്ങൾ അന്വേഷിക്കുന്ന പോലെ ശ്രീനിവാസ് ഗാഥാ മാഡത്തിന്റെ കല്യാണത്തിന് വരുന്നുണ്ടോ, രണ്ടുപേരും ഒന്നിച്ചാണ് വിവാഹം നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചത്രേ. അങ്ങനെ ചില ചോദ്യങ്ങള് നമ്മുടെ ഓഫീസ് സ്റ്റാഫിനിടയിലും ഉണ്ട്. സ്റ്റോപ്പ് ഇറ്റ്!
എന്റെ അഭിമാനത്തിനെ കൊത്തി മുറിവേൽപ്പിക്കാനുള്ള ഐസക് ആന്റണിയുടെ ശ്രമം എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ ശമ്പളം പറ്റുന്ന എന്റെ സ്റ്റാഫ് അവരിതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്താ? സിനി, ആരൊക്കെ അത് സംസാരിച്ചെന്ന് എനിക്ക് അറിയണം. നാളെ രാവിലെ അവരെന്റെ മുന്നിലെത്തിയിരിക്കണം. മാം, അവരതൊരു ദുരുദ്ദേശത്തിൽ ചോദിച്ചതായിരിക്കില്ല. വിവാഹം ആയതുകൊണ്ട്. സോ വാട്ട്? അച്ഛനില്ലാത്ത കുട്ടികളുടെ വിവാഹം നടക്കാറില്ലേ? അച്ഛൻ ജീവിച്ചിരുന്നിട്ടും വിവാഹത്തിനെത്താത്ത എത്ര അവസരങ്ങളുണ്ട്. ഇന്ന് വരെ ഇത് എന്റെ മുഖത്ത് നോക്കി ഒരുത്തരും ചോദിച്ചിട്ടില്ലല്ലോ സിതാര ശ്രീനിവാസന്റെ ദാമ്പത്യത്തിന് വന്ന തകർച്ചയെ കുറിച്ച്. അത്തരം ചോദ്യങ്ങൾക്ക് ശ്രമിച്ചവരൊക്കെ അതേസമയം ഞാൻ വിലക്കിയിട്ടുമുണ്ട്. ഐസക് ആന്റണിക്കുള്ള മറുപടി ഞാൻ നേരിട്ട് കൊടുത്തോളാം. പക്ഷേ എന്റെ ഓഫീസിലുള്ള ഏതെങ്കിലും ഒരുത്തൻ ശ്രീനിവാസനെ കുറിച്ചുള്ള ചർച്ചയും കൊണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞ അറ്റ് ദ സെയിം മൊമെന്റ് അവനവിടെ പിന്നെ അവനെ കസേര കാണത്തില്ല. നാളെ തന്നെ അയാളോട് പറഞ്ഞേക്ക് സിനി. ആരോ പണ്ടുണ്ടാക്കി വെച്ചൊരു ലോകക്രമം. ആണിന്റെ കീഴിൽ ആണിന്റെ എല്ലാ ഇംഗിതങ്ങൾക്കും വഴങ്ങി ജീവിക്കുന്ന ഒരു പെണ്ണ്. അവള് പിന്നെ നേരെ നോക്കിക്കൂടാ, അവൾ ഉറക്കെ ചിരിച്ചുകൂടാ, അവള് സ്വയം തീരുമാനങ്ങൾ എടുത്തുകൂടാ, അത് നടപ്പാക്കാനായിട്ട് ശ്രമിച്ചുകൂടാ. അത്തരം മേൽ ഷോവനിസ്റ്റുകളോട് പുച്ഛമാ എനിക്ക്. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാമ്രാജ്യത്തിലെ ഒരു പുരുഷന്റെ മേൽവിലാസം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്റെ അധ്വാനം ജയിച്ചേ തീരുന്നുള്ള എന്റെ വാശി. അങ്ങനെയാ ഇവർ ഈ പറയുന്ന സിത്താര ശ്രീനിവാസന്റെ സാമ്രാജ്യം ഉണ്ടായത്. ശ്രീനിവാസ് എന്ന അച്ഛനെ കുറിച്ച് എന്റെ ഗാഥമോൾ എന്നോട് ചോദിക്കാറില്ല, ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കാറില്ല. വൈ? കാരണം അച്ഛൻ എന്ന ഒരാളുടെ സാന്നിധ്യമോ സാമീപ്യമോ വേണമെന്ന് എന്റെ മോക്ക് തോന്നിയിട്ടില്ല. അത് ഒരു കുറവും ഞാൻ അവൾക്ക് വരുത്തിയിട്ടില്ലാത്തോണ്ടാ. ചങ്കൂറ്റുള്ളൊരു പെണ്ണിന് അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ശ്രീനിവാസനടക്കം ഈ സമൂഹത്തിലുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളവളാ ഞാൻ. അവിടെ എന്റെ പേര് പറഞ്ഞ് നാണം കെടുത്താനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ദയാദാക്ഷിണ്യം ഈ സിത്താര വരുത്തില്ല. സിത്താര ശ്രീനിവാസ് എന്ന് ഞാൻ ചേർത്ത് പറയുമ്പോഴേ അയാളുടെ പേരിൽ ഞാൻ അഭിമാനം കൊള്ളുകയല്ല. എന്റെ പേരിനൊപ്പം ശ്രീനിവാസിന്റെ പേര് കിടന്നാല് അഭിമാനം തോന്നേണ്ടത് അയാൾക്കാ. ആണെന്ന വാലാട്ടിപ്പട്ടിയവൻ. എനിക്ക് താല്പര്യമില്ല. ആണിനെ പീഡിപ്പിക്കുന്ന വേട്ടനായി ആവാനാ എന്റെ ആഗ്രഹം. പറഞ്ഞു കൊടുത്തേക്ക്. കൃഷ്ണ